ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 40 മുതലുള്ള വാക്യങ്ങൾ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അതിന്റെ ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ ആദ്യം വായിക്കാം, അത് കഴിഞ്ഞ് വീണ്ടും വായിക്കാം. 40 മുതലുള്ള വാക്യം, ലൂക്കോസിന് ശേഷം 8-ാം അധ്യായം 40 മുതലുള്ള വാക്യം. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ മരിക്കാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ള മുതൽ എല്ലാ വൈദ്യന്മാർക്കും കൊടുത്തിട്ട് ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്നു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. നമുക്ക് 44 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം ചിന്തിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണ് ഈ ലൂക്കോസിന്റെ 8-ാം അധ്യായം ഉള്ള നമ്മൾ വായിച്ച വാക്യങ്ങൾ. യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ മകളെ സൗഖ്യമാക്കാൻ വേണ്ടി ഈശ്വർത്താവ് തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു അത്ഭുതം കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് ഈ വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. നമ്മൾ ഇതിനു മുൻപുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയിട്ട് യേശു മടങ്ങി വരുന്ന ഒരു കാര്യമാണ് നമ്മൾ 40-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നത്. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു നമ്മൾ വായിക്കുന്നത്. ഇംഗ്ലീഷ് നമ്മൾ വായിക്കുന്നത്, Now when Jesus returned, the crowd welcomed him, for they were all waiting for him. ഈശ്വർത്താവ് നമ്മൾ മുമ്പത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗനസര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് മടങ്ങി ഗലീലയിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ് നമ്മൾ 40-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മളവിടെ ആദ്യമായിട്ട് കാണുന്നത് അവിടെ പുരുഷാരം അവനെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കും. 40-ാമത്തെ വെൽക്കം ഹിം ഫോർ ദേ വർ ഓൾ വെയിറ്റിംഗ് ഫോർ ഹിം എന്ന് നമ്മളവിടെ വായിക്കും. നമുക്കറിയാം, ഈ യേശുർത്താവ് ലോകത്തിലായിരുന്ന സമയത്ത് താൻ വളരെയധികം അത്ഭുതങ്ങൾ ചെയ്തു, വളരെയധികം അത്ഭുതങ്ങൾ ചെയ്തു, രോഗങ്ങളെ സൗഖ്യമാക്കി, അനേകരെ ഉയർപ്പിച്ചു. ഒരുപക്ഷെ ഈ ജനങ്ങൾ അവിടെ കൂടി വന്നിരിക്കുന്നവരെല്ലാവരും ഒരുപക്ഷെ ഈ ലോകപ്രകാരമുള്ള പല കാര്യങ്ങളും ആഗ്രഹിച്ചായിരിക്കും പുരുഷാരം ഈശ്വർത്താവിനെ കാത്തിരിക്കുന്നത് നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാൻ പറ്റും. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. They were all waiting for him, for they were all waiting for him എന്ന് നമ്മളോട് വായിക്കുന്നു. ഒരുപക്ഷെ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഈ ലോകപ്രകാരമുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ആ പുരുഷാരം ഈശ്വർത്താവിന് വേണ്ടി അവിടെ കാത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളോട് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, വാട്ട് ആർ വി വെയിറ്റിംഗ് ഫോർ, വൈ ആർ വി വെയിറ്റിംഗ്, അല്ലെങ്കിൽ വാട്ട് ആർ വി വെയിറ്റിംഗ് ഫോർ. നമ്മൾ ഈശ്വർത്താവിന്റെ ആ വരവിന് വേണ്ടി എത്രമാത്രം കാത്തിരിക്കുന്നവരാണ് എന്ന് നമുക്ക് ആ ഭാഗത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ന്യായമായിട്ടും അവര് പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും, പലത് ആഗ്രഹിച്ച് യേശുർത്താവിനെ കാത്തിരുന്നവരായിരിക്കും. പക്ഷെ വിശ്വാസികളായിരിക്കും നമ്മൾ ഇന്നും കർത്തൃമേശയിൽ നിന്ന് നിങ്ങൾ അവിടെ പങ്കെടുത്തല്ലോ, കർത്തൃമേശ അപ്പത്തിൽ നിന്നും മീനിൽ നിന്നും പങ്കെടുത്തു. അങ്ങനെ പങ്കെടുക്കുന്ന വിശ്വാസികളായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത് എന്നാണ്. വാട്ട് ആർ വി വെയിറ്റിംഗ് ഫോർ? യേശുർത്താവിനെ നമ്മൾ എത്രമാത്രം കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു കാര്യം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. നമുക്കറിയാം, ഈശ്വർത്താവ് ഈ ലോകത്തിൽ വന്നു, താൻ മരിച്ചു, താൻ ഉയർത്തെഴുന്നേറ്റു, താൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാണ് താൻ പോയത്. അതുമാത്രമല്ല, നമ്മൾ ആ കർത്തൃമേശയിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന ആ കാര്യം അത് തന്നെയാണ്. ഈശ്വർത്താവ് മരിച്ചു, ആ മരിച്ച ഈശ്വർത്താവിനെ മാത്രമല്ല അവിടെ ആ കർത്തൃമേശ അല്ലെങ്കിൽ അപ്പവും വീഞ്ഞും നമ്മൾ ഓർപ്പിക്കുന്നു. അത് മാത്രമല്ല, താൻ ഉയർത്തെഴുന്നേറ്റു. അത് മാത്രമല്ല, താൻ മടങ്ങി വരുന്ന ഒരു ഈശ്വർത്താവ് കൂടിയാണ്. അല്ലെങ്കിൽ ഈ അപ്പവും വീഞ്ഞും മാറിപ്പോവും, ഇനിയും ഇതില്ലാത്ത ഒരു കാലം, ഈശ്വർത്താവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്ന ഒരു കാലഘട്ടം, ആ ഒരു കാലത്തെ കൂടെ ആ അപ്പവും വീഞ്ഞും അവിടെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മളുടെ നമ്മൾ എത്രമാത്രം ഈശ്വർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. നമുക്ക് ഈശ്വർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല സമയത്തും നമ്മൾ ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ ഇടപെട്ട് ഒരുപക്ഷെ ഈ ഒരു വിഷൻ അല്ലെങ്കിൽ
ഈ ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും നമുക്കുണ്ട്. ഈ ലോകത്തിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിലെ കാര്യങ്ങളെ നാം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചെയ്യേണ്ട പല ഉത്തരവാദിത്തങ്ങൾ നമ്മളുടെ മേലുണ്ട്. പക്ഷെ നമ്മൾ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു വിഷനിൽ നിന്ന് മാറിപ്പോകുന്നവരാണോ എന്ന് നമ്മളോട് തന്നെ ചിന്തിക്കണം. നമ്മൾ എത്രമാത്രം യേശു കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്? അല്ലെങ്കിൽ മറ്റൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ യേശു കർത്താവിന്റെ ആ വരവിനെ മുൻപിൽ കണ്ടുകൊണ്ട്, നേരത്തെ ഞാൻ ബിനാന്റെ സാക്ഷ്യം പറഞ്ഞ് കേൾക്കുമായിരുന്നു, ആ ഒരു വരവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് നാം എത്രമാത്രം നമ്മളുടെ മുൻപോട്ട് ഓരോ ദിവസമുള്ള ജീവിതം നാം മുൻപോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. ഞാൻ ആരാധനയ്ക്ക് വേണ്ടി ഓരോ ആഴ്ചയിലും ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ യേശു കർത്താവിന്, അല്ലെങ്കിൽ ഞാൻ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ഇനി ഒരു ഞായറാഴ്ച ഇങ്ങനെ ആരാധനയ്ക്ക് വരുവാൻ കഴിയുമോ എന്ന് കഴിയത്തില്ല. ഒരുപക്ഷെ കഴിയത്തില്ലായിരിക്കും. കാരണം യേശു കർത്താവ് വന്നു കഴിഞ്ഞാൽ ഈ ആരാധനയുടെ പ്രസക്തി പോകും. നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവിന്റെ ആ വരവിനെ എത്രമാത്രം ഓർത്തുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച കടന്നു വരുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. നമുക്ക് ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 58-ാമത്തെ വാക്യം വളരെ പെട്ടെന്ന് ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യം. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യം. നമ്മളവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, Therefore, my beloved brothers, be steadfast, immovable, always abounding in the work of the Lord, knowing that in the Lord your labor is not in vain. അല്ലെങ്കിൽ നമ്മളവിടെ വായിക്കുന്നു, ഓൾവേസ് അബൗണ്ടിങ് ഇൻ ദ വർക്ക് ഓഫ് ദ ലോർഡ് എന്ന് നമ്മളവിടെ ഇംഗ്ലീഷിൽ എംഫസൈസ് ചെയ്ത് നമ്മൾ വായിക്കും. ആ കർത്താവിന്റെ ആ വേലയിൽ മുൻപോട്ട് വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉയർന്നു, അല്ലെങ്കിൽ നാം ചെയ്യുന്നതിന് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് ചെയ്യുന്നവരായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ 1 കൊരിന്ത്യർ 15-58 നമ്മൾ വായിക്കുന്നു. ഇവിടെ നമ്മൾ ഈ ജനങ്ങൾ യേശു കർത്താവിനെ കാത്തിരുന്നു എന്ന് പറയുമ്പോൾ, ആ സഭ, യേശു കർത്താവിന്റെ കാന്തയായിരിക്കുന്ന സഭ, അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കും നമ്മൾ, യേശു കർത്താവിന്റെ വരവിന് വേണ്ടി, അല്ലെങ്കിൽ യേശു കർത്താവിന് വേണ്ടി നമ്മൾ എത്രമാത്രം കാത്തിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ ആ ഒരു വിഷനോടുകൂടിയാണോ നാം ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. നമുക്കറിയാം, 41-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. Now there came a man named Jairus, who was the ruler of the synagogue, and falling at Jesus' feet, he implored him to come to his house. പറയും പള്ളിപ്രമാണി ആയിരുന്നു യായിറോസ് എന്നാണ് അവിടെ വായിക്കുന്നത്. പള്ളിപ്രമാണി എന്ന് പറയുമ്പോൾ ആ യഹൂദന്മാരുടെ പള്ളി നോക്കി നടത്തുന്ന ശമ്പളം, അല്ലെങ്കിൽ സാലറിയോടുകൂടി നോക്കി നടത്തുന്ന ഒരു പ്രമാണിയാണ് ഈ യായിറോസ് എന്ന് പറയുന്ന ഒരു കാര്യം, യായിറോസ് എന്ന വ്യക്തി എന്നവിടെ വായിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളവിടെ വായിക്കുന്നത്, ഇംഗ്ലീഷ് വായിക്കുന്നത് അതിന് 41-ല്, ആൻഡ് ഫോളിങ് അറ്റ് ജീസസ് ഫീറ്റ് ഹി ഇംപ്ലോർഡ് ഹിം ടു കം ടു ഹിസ് ഹൗസ് എന്ന് നമ്മളവിടെ വായിക്കുന്നു. 41-ന്റെ യേശുവിന്റെ കാൽക്കൽ, പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള മനുഷ്യൻ അവന്റെ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ മകളുണ്ടായിരുന്നു. അവൾ മരിക്കാറുണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. ഇംപ്ലോർഡ് ഹിം ടു കം ടു ഹിസ് ഹൗസ് എന്ന് നമ്മളവിടെ വായിക്കുന്നു. അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഗ്രീക്കിൽ ചിന്തിക്കുമ്പോൾ അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് പാരക്കേലിയോ എന്ന് പറയുന്ന ഒരു വാക്കാണ്. അല്ലെങ്കിൽ ഇംപ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ അപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ യായിറോസിനെ പറ്റി നമ്മളവിടെ വായിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളവിടെ വായിക്കുന്നത് അതിന്റെ 41-ല് അതിന്റെ 42-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നു, ഫോർ ഹി ഹാഡ് ഓൺലി വൺ ഡോട്ടർ അബൌട്ട് 12 years of age and she was dying. നമ്മളവിടെ വായിക്കുന്നു, മലയാളത്തിൽ വായിക്കുന്നു, അവന് ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. 2 കാര്യങ്ങൾ ആ 2 വാക്യത്തിൽ നമുക്ക് കാണുന്നു. ഒന്ന്, യായിറോസ് യേശുകർത്താവിന്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്കറിയാം, യായിറോസ് എന്ന് പറയുന്ന ഈ പള്ളിപ്രമാണി യഹൂദന്മാരുടെ എല്ലാ കാര്യങ്ങളും തനിക്ക് അറിയാമായിരുന്നു. താൻ യഹൂദന്മാരുടെ അല്ലെങ്കിൽ അന്നത്തെ ആ മത ആചാരങ്ങളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. യഹൂദന്മാരുടെ, അല്ലെങ്കിൽ അന്നത്തെ മത ചിന്താതികൾ, അല്ലെങ്കിൽ പരീശന്മാരുടെ എല്ലാം അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഈ യായിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. എങ്കിൽ പോലും തനിക്കൊരു ആവശ്യം വന്നപ്പോൾ, ആ ആവശ്യം നമുക്ക് അടുത്ത വാക്കിൽ നമുക്ക് കാണുന്നില്ല, തനിക്കൊരു ആവശ്യം വന്നപ്പോൾ താൻ ആദ്യം ഓടി വന്നത് യേശു കർത്താവിന്റെ അടുത്തേക്കായിരുന്നു എന്ന് നമുക്കവിടെ കാണാൻ പറ്റും. ഈ ഇംപ്ലോർ യേശു കർത്താവിന്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ, ആ വാക്യത്തോടനുബന്ധിക്കാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, താനാണെങ്കിൽ ഈ ലോകപ്രകാരം തനിക്ക് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, തനിക്ക് സമൂഹത്തിൽ വിലയുണ്ടായിരുന്നു, താനൊരു പ്രമാണിയായിരുന്നു, തനിക്ക് ന്യായപ്രമാണത്തിലെ ഒരുപക്ഷെ ഏകദേശം അറിയാമായിരിക്കും, തനിക്ക് യഹൂദന്മാരെ അറിയാമായിരിക്കും, അന്നത്തെ മത ആചാരന്മാരെ അറിയാമായിരിക്കും, പരീശന്മാരെ അറിയാമായിരിക്കും, ഇതെല്ലാം അറിയാമായിരുന്നിട്ടും തനിക്കൊരു ആവശ്യം വന്നപ്പോൾ തനിക്ക് അറിയായിരുന്നു
എങ്ങോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ആ ആവശ്യത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ ആദ്യം പോകേണ്ടത് എങ്ങോട്ടായിരുന്നു തനിക്ക് അറിയാമായിരുന്നു. നമുക്കറിയാം യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്ന് അപേക്ഷിക്കുന്ന ഒരു യായിറോസിനെ നമുക്കവിടെ കാണാൻ പറ്റും. നമുക്ക് സങ്കീർത്തനം 46-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇതിനോട് ചേർത്ത് ഞാൻ വായിക്കും. സങ്കീർത്തനം 46-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, എ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ എന്നുള്ളത് വായിക്കും. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്കാണ്. ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, എ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. ഈ ഐറോസിന്റെ ഒരു 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 പോസിറ്റീവ് എന്ന് പറയുന്നത്, തന്റെ ആവശ്യത്തിൽ, തന്റെ ഏറ്റവും വലിയ നമുക്ക് ആവശ്യത്തെ പറ്റി നമുക്ക് ചിന്തിക്കാം. തന്റെ ആവശ്യത്തിൽ തനിക്ക് വേറെ എങ്ങോട്ടും പോകാൻ വഴിയില്ലാഞ്ഞ സമയത്ത് തനിക്ക് അറിയാവുന്ന ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈശ്വർത്താവിന്റെ അടുത്തേക്ക് വരിക എന്നുള്ളതായിരുന്നു. തനിക്കത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഈ ഇന്ന വ്യക്തിയുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ എൻ്റെ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന, നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ശാരീരിക പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഒരുപക്ഷെ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളിൽ കൂടി നമ്മളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി തന്നെ നമ്മളും പ്രയാസങ്ങളിൽ കൂടി എല്ലാം കടന്നു പോകുമ്പോൾ നമുക്കും ഓടിച്ചെല്ലാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കും തിരിയുവാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് യേശു കർത്താവ് മാത്രമാണ്. അത് തിരിച്ചറിയുന്നതിലാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റാർക്കും, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഒരു വ്യക്തിക്കും എന്നെ സഹായിക്കുവാൻ കഴിയത്തില്ല. ഇന്ന വ്യക്തി, അല്ലെങ്കിൽ യേശു കർത്താവിന് മാത്രമേ എൻ്റെ ഈ പ്രശ്നത്തിന്, അല്ലെങ്കിൽ എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയത്തുള്ളൂ എന്ന് തിരിച്ചറിയുന്നതാണ് നമ്മുടെ ബലം. ആ ഒരു തിരിച്ചറിവ് യായിറോസിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടെ പറയും. നമ്മൾ സങ്കീർത്തനം 46-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, നമ്മൾ ഇംഗ്ലീഷ് വായിച്ചത്, ഈസ് എ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ ഒരു പ്രസന്റൻസിലാണ്, അല്ലെങ്കിൽ ഒരു പ്രസന്റൻസിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പാസ്റ്റിൽ, അല്ലെങ്കിൽ പണ്ട് നമുക്ക് ദൈവം നല്ലവനായിരുന്നു എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചു എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മളെ സഹായിക്കുമെന്ന് മാത്രമല്ല, ഈ പ്രസന്റ് ഹെൽപ്പ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പോകുന്ന അവസ്ഥയിൽ, നാം പ്രസന്റ് ആയിട്ട് പോകുന്ന എല്ലാ അവസ്ഥയിലും സഹായിക്കാൻ മതിയായ ഒരു വ്യക്തിയാണ് ഈശ്വർത്ത എന്ന് പറയുന്ന ആ ഒരു തിരിച്ചറിവ് യായിറോസിനുണ്ടായിരുന്നു. തന്റെ മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുമാറി, അല്ലെങ്കിൽ അവിടെങ്ങും ഒരു സൊല്യൂഷൻ കിട്ടത്തില്ലെന്ന് തനിക്ക് അറിഞ്ഞുകൊണ്ട് താൻ ആദ്യം വന്നത് യേശു കർത്താവിന്റെ അടുത്തേക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലും നാം കടന്നു പോകുന്ന പ്രയാസങ്ങളും നമുക്ക് ആദ്യം തിരിയുവാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. പക്ഷേ അങ്ങനെ തിരിയുവാൻ എനിക്ക് പറ്റുമെന്ന് പറയുന്ന തിരിച്ചറിവാണ് നമ്മളുടെ ഒരു വിശ്വാസി എന്ന് പറയുന്നത്, നമ്മളുടെ ബലം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളോട് വായിക്കുന്നത് തന്റെ ആവശ്യം എത്രമാത്രം വലുതായിരുന്നു നമ്മൾ വായിക്കുന്നു. 42-ാമത്തെ വാക്യം: ഫോർ ഹി ഹാഡ് ഓൺലി വൺ ഡോട്ടർ, ഹി ഹാഡ് ആൻ ഓൺലി ഡോട്ടർ, തന്റെ ഏകജാതയായ പുത്രി. നമുക്ക് ഇതേ പദപ്രയോഗം നമുക്ക് ഉൽപ്പത്തി പുസ്തകം, നമ്മൾ ഈ അബ്രഹാമിനോട് ദൈവം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ, നിന്റെ ഏകപുത്രൻ, അല്ലെങ്കിൽ ഇസഹാക്ക് നീ സ്നേഹിക്കുന്ന ആ സന്തതി, അല്ലെങ്കിൽ അത് കാണിക്കുന്നത് ഈ സിറ്റുവേഷൻ, താൻ പോയിരുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് എത്ര ഡയറായിട്ടുള്ള, എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാണ് നമ്മളവിടെ കാണാൻ പറ്റുന്നത്. അല്ലെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, തന്റെ ഏകജാതയായ പുത്രി, വേറെ ആരും ഇല്ല തനിക്ക്. അത്രയും വലിയൊരു പ്രശ്നത്തിൽ കൂടെയാണ് താൻ കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ തനിക്ക് തിരിയുവാൻ, അല്ലെങ്കിൽ തന്റെ സൊല്യൂഷൻ, അല്ലെങ്കിൽ തന്റെ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി യേശു കർത്താവാണെന്ന് താൻ തിരിച്ചറിഞ്ഞു എന്ന് നമുക്ക് കടക്കാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രയാസങ്ങൾ, നാം കടന്നു പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, നാം കടന്നു പോകുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, നാം കടന്നു പോകുന്ന വിഷമങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ നമുക്ക് തിരിയുവാൻ പറ്റുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് യേശു കർത്താവാണ്. അങ്ങനെ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ബലം എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. നമ്മൾ അതിന് 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നു. അവിടെ ഇംഗ്ലീഷ് വായിക്കുന്ന ജീസസ് വെൻ ദ പീപ്പിൾ പ്രസ്ഡ് അറൗണ്ട് ഹിം എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രസ്ഡ് അറൗണ്ട് ഹിം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യേശു കർത്താവിന്റെ അടുത്തേക്ക് അവർ ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇത്രയും പുരുഷാരം തന്റെ അടുത്തേക്ക് വരുന്ന ഒരു അവസ്ഥ നമുക്കവിടെ ഒരു കാര്യം നമുക്കവിടെ കാണാൻ കഴിയും. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഇങ്ങനെ യേശു കർത്താവിന്റെ അടുത്തേക്ക് വരുവാൻ അവനെ ആകർഷിക്കും, അല്ലെങ്കിൽ അവൻ ഒരു ആകർഷമായി മാറുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ there was something in him that attracted the people. There was a likable factor, അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ, തൻ്റെ അടുത്തേക്ക് ആകർഷിക്കുവാൻ യേശു കർത്താവിൻ്റെ ഒരു ലൈക്കബിൾ ഫാക്ടർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആകർഷകമായിട്ടുള്ള ഒരു വസ്തു യേശു കർത്താവിൻ്റെ കയ്യിലുണ്ട്. നമുക്കറിയാം യേശു കർത്താവിൻ്റെ ജീവിതം ശ്രദ്ധിക്കുവാണെങ്കിൽ പോലും താനാണെങ്കിൽ തൻ്റെ ഓരോ വാക്കുകളും തൻ്റെ ഓരോ പ്രവൃത്തികളും വളരെ കൃപയോടും സ്നേഹത്തോടും കൂടിയായിരുന്നു നമുക്ക് കാണാൻ കഴിയും. താൻ ഈവൻ റിബ്യൂക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ പല സമയത്ത് റിബ്യൂക്ക് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു റിബ്യൂക്ക് ചെയ്യുന്ന സമയം പോലും വളരെ സ്നേഹത്തോടും, അല്ലെങ്കിൽ ഗ്രേസ് ആൻഡ് മേഴ്സി, അല്ലെങ്കിൽ ഗ്രേസ് ആൻഡ് ലവ്
ഫിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈശ്വരത്തെ എപ്പോഴും ചെയ്തുകൊണ്ട്. അങ്ങനെ തന്നെ ആകർഷിക്കുക, അല്ലെങ്കിൽ താനൊരു ആകർഷക വസ്തുവായി മാറുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ തൻ്റെ അടുത്തേക്ക് വരുവാൻ ഒരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ തനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാം ചിന്തിക്കാൻ, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, നാം ഈശ്വർത്താവിൻ്റെ നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ഈശ്വർത്താവിൻ്റെ വിശ്വാസികൾ, നമ്മൾ ഈശ്വർത്താവിനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മറ്റുള്ളവർ നമ്മളുടെ അടുത്തേക്ക് വരുവാനുള്ള ഒരു ലൈക്കബിൾ ഫാക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ മറ്റുള്ളവരെ ആകർഷിക്കുന്ന എന്തെങ്കിലും കാര്യം എൻ്റെ അടുത്തുണ്ടോ? ഒരുപക്ഷെ പല സമയത്തും വിശ്വാസികളെ പറ്റി പറയുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുറ്റം എന്ന് പറയുന്നത്, നമ്മളുടെ അടുത്തേക്ക് വരുവാൻ പല സമയത്തും ആൾക്കാർക്ക് പേടിയാണ്. കാരണം നമ്മൾ ഒരുപക്ഷെ അവരെ വിധിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അവരുടെ പ്രയാസം കേൾക്കുവാൻ തയ്യാറാകാത്തവരായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അവരെ തള്ളിക്കളയുന്നവരായിരിക്കും. അങ്ങനെ പല കുറ്റങ്ങൾ ഒരുപക്ഷെ വിശ്വാസികളെ പറ്റി പറയാൻ കഴിയും. നമുക്കറിയാം, യേശു കർത്താവിനെ തൻ്റെ അടുത്തേക്ക് ആൾക്കാർ കടന്നു വരുന്ന ഒരവസ്ഥ. അങ്ങനെ കടന്നു വരണമെങ്കിൽ someone has to like you, അങ്ങനെ ഒരു ലൈക്കബിൾ ഫാക്ടർ ഉണ്ടാണെങ്കിൽ സംതിങ് ഹാസ് ടു ബി ഒരു ലോസ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു നഷ്ടം ഉണ്ടാകേണ്ട ഒരു ആവശ്യത. നമുക്കറിയാം, ഈശ്വർത്താന്റെ കാര്യം തന്നെ ചിന്തിക്കുകയാണെങ്കിൽ പല സമയത്തും തന്നെ സാക്ഷ്യം നഷ്ടപ്പെടുന്ന നമുക്ക് കാണും. പല സമയത്തും ഈ പരീശന്മാരും യഹൂദന്മാരും പറഞ്ഞു നടന്നത്, താനാണ് ഈ പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, താൻ പാപികൾ, ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്, അല്ലെങ്കിൽ പാപികളുടെ കൂടെ നടക്കുന്നു എന്ന് പല സമയത്ത് ഈശ്വർത്താവിനെ പറ്റി പറയാൻ നമുക്ക് കാണും. താനാണെങ്കിൽ ഈശ്വർത്താവ് അത് സഹിക്കുവാൻ തയ്യാറായിരുന്നു. കാരണം അങ്ങനെ സഹിച്ചുകൊണ്ടാണ് അനേകരെ തൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ സാധിച്ചത്. നമ്മളോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇസ് ദർ എ ലൈക്കബിൾ ഫാക്ടർ ഇൻ മീ? മറ്റുള്ളവർ എൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ ഒരു ആകർഷകമായിട്ടുള്ള കാര്യം എൻ്റെ പക്കലുണ്ടോ? അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഐ മസ്റ്റ് ബി എന്ന് വെച്ചാൽ ഒരു കോംപ്രമൈസ്, അല്ലെങ്കിൽ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ തെറ്റായ രീതിയിലുള്ള കോംപ്രമൈസ് അല്ല, ഒരു നഷ്ടം എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു പക്ഷേ എൻ്റെ ഒരു പ്രൈഡ്, എനിക്കൊരു ഹ്യൂമിലിറ്റിയുടെ ഒരു ആവശ്യം ഒരു പക്ഷേ എനിക്ക് ഉണ്ടാകേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറച്ചുകൂടെ സഹായിക്കാൻ ഒരു മനസ്സ് എനിക്ക് ഒരു പക്ഷേ ഉണ്ടാകേണ്ട കാര്യം ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ കരുതാനുള്ള ഒരു മനസ്സ് എനിക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം ഉണ്ടാകും. എന്നാൽ മാത്രമേ മറ്റുള്ളവരൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരുവാൻ, ഒരു ആകർഷകമായി മാറുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഒരു പക്ഷേ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ എല്ലാവരെക്കാളും വലുതാണ്, എൻ്റെ അടുത്തേക്ക് ആരും കടന്നു വരുന്നില്ല, എൻ്റെ അടുത്തേക്ക് ആരും കടന്നു വരേണ്ട, ഞാൻ വിധിക്കുന്നവനാണ്, എനിക്ക് എല്ലാം അറിയാം, ബാക്കിയുള്ളവർക്ക് ഒന്നും അറിയില്ല, ഇങ്ങനെ ഒരു ചിന്താഗതിയിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ നേടുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്കറിയാം, ഈ കർത്താവിൻ്റെ അടുത്തേക്ക് എല്ലാവരും അടുത്തേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. ഇസ് ദർ എ ലൈക്കബിൾ ഫാക്ടർ ഇൻ മീ? അതോ ഞാനാണെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവർക്ക് എൻ്റെ അടുത്തേക്ക് വരുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണോ ഞാൻ എൻ്റെ സറൗണ്ടിങ്സ്, അല്ലെങ്കിൽ എൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ചിന്തിക്കാനുണ്ട്. എൻ്റെ നെയ്ബേഴ്സ്, എൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് കടന്നു വരുവാനുള്ള ഒരു ഫ്രീഡം, അല്ലെങ്കിൽ അങ്ങനെ കടന്നു വരുന്ന ലൈക്കബിൾ ഫാക്ടർ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് പറയുന്ന കാര്യം നമുക്ക് ചിന്തിക്കാം. ഈ കർത്താവ് നമുക്കതൊരു ഉദാഹരണമായിരുന്നു എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ വായിക്കാം. 43-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നിട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു, അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാ വൈദ്യന്മാർക്കും കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തോളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്തു എന്നും അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, പുരുഷാരൻ എന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇവിടെ 43-ാമത്തെ വാക്യത്തിൽ 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ നമുക്കവിടെ കാണാൻ കഴിയും. യായിറോസിന്റെ മകളുടെ വയസ്സും 12 വർഷം, അല്ലെങ്കിൽ തനിക്കും 12 വയസ്സായിരുന്നു നമുക്ക് അതിന് മുമ്പത്തെ വാക്യം നമുക്ക് കാണാൻ കഴിയും. ഒരു കോയിൻസിഡൻസ് ആണോ? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കോയിൻസിഡൻസ്. രണ്ടുപേർക്കും, ഒന്ന് 12 വയസ്സുള്ള ഒരു വ്യക്തി, ഒരു മകള്, മറ്റേത് 12 വർഷമായി രക്തസ്രാവമായിട്ടുള്ള ഒരു സ്ത്രീ നമുക്കവിടെ കാണാൻ കഴിയും. നമുക്കറിയാം, ഈ സ്ത്രീ പുരുഷാരൻ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും തിരക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ തിരക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്ന് ഈശ്വർത്താവിന്റെ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്നത് ഷീ ടച്ച്ഡ് ഓൺ ദ ഫ്രിഞ്ച് ഓഫ് ദ ഗാർമെന്റ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഫ്രിഞ്ച് ഓഫ് ദ ഗാർമെന്റ് എന്ന് പറയുമ്പോൾ താൻ ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സിന്റെ ഏറ്റവും അറ്റത്ത് താൻ തൊട്ടു എന്ന് നമ്മളവിടെ കാണുന്നു. അങ്ങനെ തൊട്ടപ്പോൾ തനിക്ക് സൗഖ്യമുണ്ടായി എന്ന് നമുക്കവിടെ കാണുന്നു. നമുക്ക് ന്യായമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇത്രയും തിരക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഈശ്വർത്താവിനെ തൊട്ടപ്പോൾ ഈ ഒരു ഈശ്വർത്താവ് പറയുന്നത് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ടാണ് ഈശ്വർത്താവിന്റെ അടുക്കൽ നിന്ന് ശക്തി പുറപ്പെടാതിരുന്നത്? അങ്ങനെ ന്യായമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, വാട്ട് വാസ് ദ ഡിഫറൻസ്? എന്തുകൊണ്ടാണ് ഈ വ്യക്തി, അല്ലെങ്കിൽ ഈ സ്ത്രീ, രക്തസ്രാവമുള്ള ഈ സ്ത്രീ തൊട്ടപ്പോൾ
അതും തൊട്ട് ഈശോയുടെ ശരീരത്തിൽ പോലും തൊട്ടില്ല. ഷീ ടച്ച്ഡ് ഓൺ ദ ഫ്രിഞ്ച് ഓഫ് ദ ഗാർമെന്റ്. അങ്ങനെ തൊട്ടപ്പോൾ എന്തുകൊണ്ടാണ് ആ ശക്തി പോയത് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആ താ ആ സ്ത്രീയെയും മറ്റുള്ളവരെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ വിശ്വാസമായിരുന്നു. ഒരുപക്ഷെ അധികം ന്യായപ്രമാണമായിട്ട് അധികം പഠിപ്പുള്ള വ്യക്തി ആയിരിക്കണമെന്നില്ല, ആയിരിക്കത്തില്ല. തനിക്കാണെങ്കിൽ അധികം എഡ്യൂക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉണ്ടോ. ഒരുപക്ഷെ യായിറോസിനെ പോലെ പള്ളിപ്രമാണി ആയിരുന്നില്ല. പക്ഷെ തനിക്ക് ഒരു കാര്യം അറിയായിരുന്നു, ഞാൻ തൊട്ടാൽ സൗഖ്യമാകും എന്ന് പറയുന്ന സിമ്പിൾ ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അല്ലെങ്കിൽ താൻ ആ ഫ്രിഞ്ച് അല്ലെങ്കിൽ ആ തൊങ്ങ അല്ലെങ്കിൽ ആ ഈശ്വർത്താവിന്റെ ആ ഡ്രസ്സിൽ തൊട്ട് കഴിഞ്ഞാൽ സൗഖ്യമാകും എന്ന് പറയുന്ന ആ വിശ്വാസം, ആ സിമ്പിൾ ഫെയ്ത്ത്, അതാണ് ആ ഡിഫറൻസ് ഉണ്ടായത്. അതാണ് ഈശ്വർത്താവിന്റെ അടുത്ത് നിന്ന് ആ ശക്തി പുറപ്പെടുവാൻ കാരണമായി തീർന്നത്. അങ്ങനെയാണ് ന്യായമായിട്ട് നമുക്ക് നമ്മളോട് തന്നെ ചിന്തിക്കാൻ, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, എന്നെ മറ്റുള്ളവരെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും. നമ്മൾ നേരത്തെ സാക്ഷ്യം പറയുന്ന ബീനാന്റെ ഒക്കെ സാക്ഷ്യം പറയുന്നത് കേട്ടായിരുന്നല്ലോ. നമ്മളെ മറ്റുള്ളവരെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടർ, ഞാനും മറ്റുള്ളവരും നമ്മളെല്ലാവരും ഒരേ കാര്യം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നു, പല വിഷമങ്ങളിൽ കൂടി കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുമ്പോൾ ഞാനും മറ്റുള്ളവരും തമ്മിലുള്ള ഡിഫറൻസ്, എങ്ങനെയാണ് ഞാൻ ആ സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് കർത്താവിലുള്ള വിശ്വാസമാണ്. മൈ സിമ്പിൾ ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈ സ്ത്രീ തനിക്കാണെങ്കിൽ തനിക്ക് അറിയാവുന്ന വിശ്വാസത്തിൽ ഈശ്വർത്താനെ തൊട്ടപ്പോൾ ആ ശക്തി അവിടുന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും നാളും നമ്മൾ എല്ലാ ഞായറാഴ്ച ആരാധിക്കുന്നവരാണ്. ഒരു പക്ഷേ കർത്താവിനെ അറിഞ്ഞിട്ട് അനേക വർഷങ്ങളായിരിക്കും, എങ്ങനെയാണ് അനേക വർഷങ്ങളായിട്ടുള്ളവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്നെ മറ്റുള്ളവരെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്നാണ് മൈ ഫെയ്ത്ത് ഇൻ ദ ലോർഡ്. ഞാൻ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ഒരു പ്രയാസത്തോട് റിയാക്ട് ചെയ്യുന്നത്, ഞാൻ മറ്റുള്ളവരെ കൂട്ടാണോ, ലോകത്തിലുള്ളവരെ കൂട്ടാണോ, അതോ മറ്റു വിശ്വാസികളെ കൂട്ടാണോ, അതോ മറ്റു വിശ്വാസികളിൽ നിന്ന് പോലും എനിക്കൊരു ഡിഫറൻസിയേഷൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫെയ്ത്ത് ആണ്, അല്ലെങ്കിൽ മൈ സിമ്പിൾ ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമുക്കറിയാം, നമ്മൾ തെസ്സലോനിക്കയിലെ നമ്മൾ വായിക്കുന്ന ഈശ്വർത്താവിന്റെ ആ മടങ്ങിവരെ, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ മരിച്ചവരെ പറ്റി പറയുമ്പോൾ അവർ വീണ്ടും കാണുമെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ ലോകത്തുള്ളവരെ പോലെ വിഷമിക്കരുത്, അങ്ങനെ പാരഫ്രൈസ് ഞാൻ പറഞ്ഞു, ലോകത്തുള്ളവരെ പോലെ വിഷമിക്കരുതെന്ന് നമ്മൾ പറയും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദർ സംതിങ് ദർ ഇസ് ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ മീ ആൻഡ് അതേഴ്സ്. എന്നെ മറ്റുള്ളവരെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാരണം ഉണ്ട്. ആ കാരണം എന്ന് പറയുന്നത് ഈശ്വർത്താവിലുള്ള ആ വിശ്വാസമാണ്. ഈ വ്യക്തി അല്ലെങ്കിൽ ഈ സ്ത്രീ അതൊരു എക്സാമ്പിൾ ആയിരുന്നു. മറ്റുള്ളവരെല്ലാവരും വന്നപ്പോഴും തൻ്റെ വിശ്വാസമാണ് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് നമുക്കവിടെ കാണുന്നത്. നമുക്കറിയാം, ഇമ്മീഡിയറ്റ്ലി അത് പോയത്, അല്ലെങ്കിൽ താനാണെങ്കിൽ സൗഖ്യമാവുന്നത് നമുക്ക് കാണുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. ഈശ്വർത്താവ് അവിടെ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിക്കുമ്പോൾ താൻ അവിടെ പറഞ്ഞു, 47-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചുകൊണ്ട് അവന്റെ മുൻപിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞു. താനാണെങ്കിൽ താൻ തൊട്ട് കഴിഞ്ഞപ്പോൾ താൻ അവിടെ മിണ്ടാതിരുന്നില്ല എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. താൻ എല്ലാവരുടെ മുൻപിൽ യേശുകർത്താവിനെ സാക്ഷിച്ചു എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, യേശുകർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത ആ പ്രവൃത്തിയെ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ, നമ്മൾ സാക്ഷ്യങ്ങൾ പലത് കേട്ടല്ലോ, മറ്റുള്ളവരുടെ മുൻപിൽ പറയുവാൻ നമുക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ പറയണം എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ ചിന്തിച്ചത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വളരെ എൻകറേജ്മെന്റ് ആണ്. ഒരുപക്ഷെ ഒരു അവിശ്വാസി എന്ന നിലയിൽ, അല്ലെങ്കിൽ മറ്റു അവിശ്വാസികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ആർഗ്യൂ ചെയ്ത്, അല്ലെങ്കിൽ അവരോട് ഒരു സംവാദം നടത്തി, അല്ലെങ്കിൽ ഈ ബൈബിളിനെ പറ്റി തെളിയിക്കാനൊക്കെ ഒരുപക്ഷെ പറ്റും. പക്ഷെ അതിനേക്കാളും എല്ലാം ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാണ് യേശു കർത്താവ് എനിക്ക് ചെയ്തത് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് ഇല്ലെന്ന് പറയാൻ മറ്റുള്ളവർക്ക് പറയാൻ കഴിയത്തില്ല. അതാണ് ഈ സ്ത്രീ ചെയ്തത്. തനിക്ക് ദൈവം ചെയ്ത ആ നന്മ എല്ലാവരുടെയും മുൻപിൽ പറയുന്ന നോക്കണം. ഞാൻ കോളേജിലൂടെ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, ഒരു ഫ്രണ്ട് ഉണ്ട്. നമ്മൾ എക്സാംസിനെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ രാത്രിയെല്ലാം പഠിച്ച് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ എക്സാം എല്ലാം എഴുതി കഴിയുമ്പോൾ ഒരുപക്ഷെ വളരെ പാടായിരിക്കും, ഒരുപക്ഷെ ചിലപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള എക്സാംസ് ആയിരിക്കും. ആ എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും കോളേജിനടുത്ത് നമ്മൾ കാഫറ്റീരിയയിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും എന്താ പറയാൻ, അത് ഫെയിലായി അല്ലെങ്കിൽ ഭയങ്കര പാടായിരുന്നു എന്ന് പറയുമ്പോൾ, ഈ ഒരു വ്യക്തി പല സമയത്ത് എന്നെ ചലഞ്ച് ചെയ്തതാണ്. താൻ ഇങ്ങനെ പറയും, എനിക്ക് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പാടായിരുന്നു ഇങ്ങനെയെല്ലാം പറയാണ്ട് ഏറ്റവും അവസാനം പറയും, പക്ഷെ കർത്താവ് എന്നെ സഹായിച്ചു ചെയ്യാൻ. എന്നെ വളരെയധികം ചലഞ്ച് ചെയ്തൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ കൂടെ പോകാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു ചെറിയ സെന്റൻസ്, ഒത്തിരിയൊന്നുമില്ല, ഒരു സെന്റൻസ് കർത്താവ് എന്നെ സഹായിച്ചു എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയൊരു കാര്യമാണ്. ഈ സ്ത്രീ തനിക്ക് ദൈവം ചെയ്ത നന്മ എല്ലാവരുടെയും മുൻപിൽ പറയുന്നത് നമുക്കവിടെ കാണാൻ കഴിയും.
നമ്മൾ മുൻപോട്ട് പോവുകയാണ്. നമ്മൾ 49ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, while he was still speaking, someone from the ruler's house came and said, your daughter is dead. Do not trouble the teacher anymore. But Jesus, on hearing this, answered him, do not fear, only believe, and she will be well. നമുക്കറിയാം, താനെ ഈശ്വർത്താവ് പള്ളിപ്രമാണിയായ യായിറോസിന്റെ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ യായിറോസ് ചിന്തിച്ചു കാണും, താൻ ഓടി വന്ന് പറഞ്ഞ് തൻ്റെ 12 വയസ്സുള്ള തൻ്റെ മകൾ മരിക്കാറായെന്ന് പറയുമ്പോൾ ഈശ്വർത്താവ് ഒരുപക്ഷെ ഉടനെ ചെല്ലും. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ തൻ്റെ മകൾ മരിക്കുകയില്ല, അല്ലെങ്കിൽ മരിക്കുകയില്ല, തനിക്ക് അവിടെ സൗഖ്യം കിട്ടും. പക്ഷെ അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ രക്തസ്രാവമുള്ള സ്ത്രീയുമായിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈശ്വർത്താവ് ഡിലേ ആകുന്ന അല്ലെങ്കിൽ താമസിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ പിന്നെ ഞാനിങ്ങനെ ഒരു ഇതായിട്ട് പറയാം, നമ്മൾ വിശ്വാസത്തെ അളക്കുമല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ കഥയിൽ വീണ്ടും ഈ വിശ്വാസത്തെ അളക്കുമല്ല, പക്ഷെ ഈ രക്തസ്രാവമുള്ള സ്ത്രീയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ വിശ്വാസം ഈ പള്ളിപ്രമാണിയായ യായിറോസിന് ഒരുപക്ഷെ ഉണ്ടായിരിക്കും. എഗെയിൻ, രണ്ടുപേരുടെ വിശ്വാസം അളക്കുമല്ല. രണ്ടുപേർക്കും ദൈവം കർത്താവ് സൗഖ്യം കൊടുക്കുന്ന നമുക്ക് അല്ലെങ്കിൽ ദൈവം ആൻസർ കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ യായിറോസായ പള്ളിപ്രമാണി, അല്ലെ ആ പള്ളിപ്രമാണി യായിറോസ് താൻ കൂടുതൽ വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ രക്തസ്രാവമുള്ള സ്ത്രീ വന്ന് തൊട്ടു, താൻ സൗഖ്യമായി. പക്ഷെ തൻ്റെ മകൾ, നമ്മളവിടെ നമ്മൾ ആദ്യം വായിച്ച പോലെ, താൻ അപേക്ഷിക്കുക, ഈശ്വരത്താൻ്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്, ഇപ്പോൾ കടന്നു വരുവാണെങ്കിൽ എന്നെ സൗഖ്യമാകുക, അല്ലെ എൻ്റെ മകളെ സൗഖ്യമാകുക. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഡിലേ ഉണ്ടാകും. ആ ഒരു ഡിലേ ഉണ്ടാകുമ്പോൾ പോലും തൻ്റെ ഒരു വിശ്വാസം എത്രമാത്രം വലുതായിരുന്നു നമുക്ക് അവിടെ കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളും പ്രാർത്ഥിക്കും, നമ്മളും പല സമയത്ത് പ്രാർത്ഥിക്കും, നമ്മൾ ഉത്തരത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രയുണ്ട് എന്ന് പറയുന്ന കാര്യം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ ഉത്തരം ലഭിക്കുക എന്ന് പറയാം. പക്ഷേ പല സമയത്തും ഈ യായിറോസിനെ പോലെ കുറച്ച് ഡിലേ നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകാൻ സാധ്യത. ആ ഡിലേയിൽ, അങ്ങനെ ഡിലേ ചെയ്ത് നിൽക്കുമ്പോൾ ഡിലേ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് കർത്താവിലുള്ള വിശ്വാസം എത്രമാത്രമാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് അബ്രഹാമിന്റെ കാര്യം പറഞ്ഞു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇസ്ഹാക്കിനെ കൊണ്ട് യാഗം കഴിക്കണം, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ കൊണ്ട് യാഗം കഴിക്കണം. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു, വീണ്ടും വിശ്വാസത്തെ അളക്കുമല്ല, ഞാൻ വിചാരിക്കുന്നു അതിനേക്കാളും വലുതായിരുന്നു തൻ്റെ വിശ്വാസം. കാരണം അതിനേക്കാളും വലുതായിരുന്നു തൻ്റെ വിശ്വാസം എപ്പോഴായിരുന്നു? താൻ 25 വർഷം താൻ ഇസ്ഹാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ ആ വിശ്വാസം നമ്മൾ വിശ്വസിച്ച് പെട്ടെന്ന് കിട്ടുന്നതിനേക്കാളും വലുതാണ് ആ വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ദൈവം ഡിലേ ചെയ്യുമ്പോൾ ആ വിശ്വാസം പോകാതെ കർത്താവിൽ ആശ്രയിച്ചത്. ഈ യായിറോസ് എന്ന് പറയുന്ന ഈ പള്ളിപ്രമാണി അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു. ആ ഡിലേയിലും താൻ കംപ്ലൈന്റ് ഒന്നും നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല, സോ നമുക്ക് അനുമാനിക്കാൻ താൻ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല എന്ന് നമുക്ക് അവിടെ വായിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളുടെ വിശ്വാസം എത്രയാണ്? നമ്മൾ കംപ്ലൈന്റ് പറയാറുണ്ടോ? നമ്മളെല്ലാവരും മാനസികമായിട്ട് പല സമയത്തും നമ്മളെല്ലാവരും കംപ്ലൈന്റ് പറയുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ ഓർക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ഇപ്പം കിട്ടണമായിരുന്നു ഒരു പക്ഷേ കർത്താവ് ഡിലേ ചെയ്യുമ്പോൾ അവിടെയും കർത്താവിന് വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ വിശ്വാസത്തോടെ നിൽക്കുവാൻ ഈ യായിറോസ് നമുക്കൊരു എക്സാമ്പിൾ. നമ്മൾ വായിക്കുന്ന 51ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, when he came to the house, he allowed no one to enter with him except Peter and John and James and the father and the mother of the child, and all were weeping and mourning for her. But he said, do not weep, for she is not dead but sleeping. And they laughed at him, knowing that she was dead. But taking her by the hand, he called, saying, child, arise. And her spirit returned, and she got up at once and directed that something should be given her to eat. And her parents were amazed, but he charged them to tell no one what happened. നമുക്കറിയാം, ഈ കഥയുടെ അവസാനം എന്ന് പറയുന്നത് യേശുകർത്താവ് തൻ്റെ മകളെ ഉയർപ്പിക്കുന്നതാണ്. ഉയർപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ യായിറോസിന്റെ വിശ്വാസം, അല്ലെങ്കിൽ താൻ വന്ന് അപേക്ഷിച്ച് ഈശ്വർത്താവ് അവിടെ കടന്നു വന്ന് തൻ്റെ ആ മകളെ ഉയർപ്പിക്കുന്ന കാര്യം നോക്കാം. നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും. ഒന്ന്, കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നമ്മൾ എത്രമാത്രം വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ എത്രമാത്രം കാത്തിരിക്കുന്നുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോൾ ആ ഒരു വിഷനോടുകൂടി മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാം, ഈ യായിറോസ് തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ തൻ്റെ ആ ഡയർ സിറ്റുവേഷനിൽ ജീവൻ എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്ന് തനിക്കറിയാമല്ലോ. നമ്മളുടെ ജീവിതത്തിലും ആ പ്രയാസത്തിൽ തിരിയുവാൻ മാത്രമുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ഈ കഥയെ മറ്റു കാര്യങ്ങൾ നമ്മൾ വായിച്ചതുപോലെ ഈ സ്ത്രീ തൻ്റെ വിശ്വാസം, വാട്ട് ഡിഫറൻഷിയേറ്റഡ് ഹർ ഫെയ്ത്ത്, മറ്റുള്ളവരിൽ നിന്ന് തന്നെ വ്യത്യസ്തമാക്കിയത് തൻ്റെ വിശ്വാസം. നമ്മളുടെ വിശ്വാസം എത്രയുണ്ട്? യായിറോസിന്റെ വിശ്വാസം ഡിലേയിലും വിശ്വസിച്ചോടെ കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്തത് നമുക്കവിടെ കാണാൻ പറ്റും. അത് മാത്രമല്ല, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതിനെ വർണ്ണിക്കുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പറയുവാൻ ആ സ്ത്രീ കാണിച്ച ആ ധൈര്യം.
ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് കാണാം. നമുക്കറിയാം ഈ ഭാഗത്ത് നമ്മൾ വായിച്ച ഈ ഭാഗങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വരുന്ന ദിവസങ്ങളും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നാം വാഴ്ത്തട്ടെ. നമ്മുടെ ചർച്ചിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ അമേരിക്കയിലെ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു.